വീരശൂര പരാക്രമിയായ പി.വി. അൻവർ ഇപ്പോഴിതാ വീണ് കിടക്കുന്നു, അക്ഷരാർത്ഥത്തിൽ വീണ് കിടക്കുന്നു. ആ കിടന്ന കിടപ്പിൽ നിന്ന് ഒന്ന് തലയുയർത്താൻ ശ്രമിക്കുന്നുണ്ട്, ഒന്ന് മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വീണ്ടും ഒരു രണ്ട് അന്ത്യശാസനം മുന്നോട്ട് വെച്ചു. UDFന്റെ മുന്നിലാണ്, കോൺഗ്രസിന് മുന്നിലാണ് പി.വി. അൻവർ അന്ത്യശാസനം വെക്കുന്നത്. ആദ്യത്തെ അന്ത്യശാസനം എന്തായിരുന്നു? ആയിരം ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല, VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന്. കോൺഗ്രസ് പറഞ്ഞു, സ്ഥാനാർത്ഥി ആരെയാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം, അത്രയ്ക്കൊന്നും ആയില്ല പി.വി. അൻവർ എന്ന്. നേരത്തെ പി.വി. അൻവറെ കുറിച്ച് VD സതീശൻ പറഞ്ഞ വാക്കുണ്ട്, അതൊന്നുകൂടി ആവർത്തിക്കാം. അത്ര ആയിട്ടില്ല പി.വി. അൻവർ, അത്ര ആയിട്ടില്ല, മനസ്സിലായില്ലേ, അത്ര ആയിട്ടില്ല. ഇനിയും ഇത് തന്നെ പറയാനാണ് സാധ്യത കോൺഗ്രസ് പി.വി. അൻവറിനോട്. രണ്ട് അന്ത്യശാസനം എന്താണ് എന്നറിഞ്ഞാൽ മറ്റെന്താണ് കോൺഗ്രസിന് പറയാൻ കഴിയുക? ഒരു അന്ത്യശാസനം എന്നത് 2 ദിവസത്തിനുള്ളിൽ തൃണമൂൽ കോൺഗ്രസിനെ എന്ന് വെച്ചാൽ പി.വി. അൻവറുടെ പാർട്ടിയെ UDFന്റെ ഘടകകക്ഷിയാക്കണം. ഇപ്പോൾ UDFന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അസോസിയേറ്റ് മെമ്പറായി നിശ്ചയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹകരണം എങ്ങനെയൊക്കെ വേണം എന്ന് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി തീരുമാനിക്കും എന്നാണ്. അതിന് UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നേരത്തെ വന്ന വാർത്ത. VD സതീശൻ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് മെമ്പറായി നിലനിർത്താം എന്ന്, ഒരിക്കലും UDFന്റെ ഘടകകക്ഷിയാക്കാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് UDFന്റെ ഘടകകക്ഷിയാക്കണം എന്നാണ്. പി.വി. അൻവറുടെ ഭാഷയിൽ പറഞ്ഞാൽ വാതിൽക്കലാണ് നിൽക്കുന്നത് ബസിന്റെ, അകത്ത് സീറ്റ് വേണം എന്ന്. സീറ്റ് നൽകാൻ തയ്യാറാകുമോ കോൺഗ്രസ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല, പി.വി. അൻവറിന്റെ സമ്മർദ്ദത്തെ അവഗണിക്കണം, ഇതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. അതുകൊണ്ട് 2 ദിവസമല്ല 2 മാസം കാത്തിരുന്നാലും UDFന്റെ ഘടകകക്ഷിയാക്കില്ല തൃണമൂൽ കോൺഗ്രസിനെ എന്ന ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു കോൺഗ്രസ്. രണ്ടാമത്തെ ആവശ്യം എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് നൽകണം എന്നാണ്. അത് ഇപ്പോഴല്ല പരിഗണിക്കേണ്ടത്, പിന്നീടല്ലേ എന്ന് പറഞ്ഞ് കോൺഗ്രസും മുസ്ലിം ലീഗും മാറ്റിവെക്കാനാണ് സാധ്യത. ഇപ്പോൾ ഒരു ഉറപ്പ് നൽകില്ല, ഒരു സീറ്റ് തരാം, ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തന്നെ തരാം എന്ന ഉറപ്പ്, വാക്ക് ഇപ്പോൾ കൊടുക്കും, പിന്നീട് മാറ്റാലോ, കോൺഗ്രസ് അല്ലേ, അങ്ങനെ എത്ര വാക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കോൺഗ്രസ് ഒരിക്കലും പി.വി. അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയാക്കാൻ അനുവദിക്കില്ല. 2 കാരണങ്ങൾ അത് AP അനിൽകുമാർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ പി.വി. അൻവറുമായി ചർച്ച നടത്തി സ്ഥാനാർത്ഥി കാര്യത്തിലും ഒരു ധാരണയിലെത്തിയതാണ്. ആയിരം ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു പി.വി. അൻവറിന്. അത് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം കോൺഗ്രസിന് നൽകണം, കോൺഗ്രസ് അത് തീരുമാനിക്കും, അതിൽ ഇടപെടരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു പി.വി. അൻവറിന്. എന്നാൽ പി.വി. അൻവർ അതിൽ ഇടപെട്ടു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം, അതിനു മുമ്പ് വരെ എന്തൊക്കെ പറഞ്ഞാലും സഹിക്കാൻ തയ്യാറായിരുന്നു കോൺഗ്രസ് നേതൃത്വം. അതിനുശേഷം വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. CPM നേതാക്കളുമായി ചർച്ച നടത്തി, പിണറായി വിജയനെ തോൽപ്പിക്കാൻ ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിന് കഴിയില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണം. CPIMന്റെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററുമായി വയനാട് വെച്ച് ചർച്ച നടത്തിയിരുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. അത് കോൺഗ്രസ് നേതാക്കൾക്ക് സഹിക്കുന്നതിനും അപ്പുറത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉന്നയിക്കാൻ പോകുന്ന രാഷ്ട്രീയ മുദ്രാവാക്യവും അത് തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് UDFന്റെ ഘടകകക്ഷിയാക്കുക? സ്ഥാനാർത്ഥിയെ അവഹേളിച്ച, അപമാനിച്ച ആളെ എങ്ങനെയാണ് UDFന്റെ ഘടകകക്ഷിയാക്കുക? ഈ ചോദ്യമാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസ് തീരുമാനിച്ചു. അതുമാത്രമല്ല, ഒരു ചർച്ചയും നടത്തേണ്ട കാര്യമില്ല, ചർച്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരസ്യമായി പറഞ്ഞു. അപ്പോഴാണ് K. സുധാകരൻ ചർച്ച നടത്തിയെന്ന വാക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നേരത്തെ എടുത്ത തീരുമാനം മാറ്റിക്കൂടാ? KPCCക്ക്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് യോഗം ചേർന്ന് തീരുമാനമെടുത്താലോ? ആരാണ് അതിനെ എതിർക്കുക എന്നാണ് ഇപ്പോൾ പി.വി. അൻവറിനെ UDFൽ പ്രവേശിപ്പിക്കുമോ, UDFനെ ഘടകകക്ഷിയാക്കുമോ എന്ന ചോദ്യത്തോട് K. സുധാകരൻ പ്രതികരിച്ചത്. നേരത്തെ അസോസിയേറ്റ് മെമ്പറാക്കാനാണല്ലോ തീരുമാനം എന്ന ചോദ്യത്തോടും പ്രതികരിച്ചത്. എന്ന് വെച്ചാൽ K. സുധാകരൻ
PV അൻവറെ തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കണം എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. ആരെയും ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന നിലപാട് KPCC പ്രസിഡന്റ് പറയുമ്പോഴാണ് കെ സുധാകരന്റെ മറ്റൊരു അഭിപ്രായം വരുന്നത്. അതിനിടയിൽ PV അൻവർ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. വേറെ രക്ഷയില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി ചർച്ച നടത്താൻ തയ്യാറാകുന്നത് PV അൻവർ. എന്ത് തന്നെ പറഞ്ഞാലും പരാജയപ്പെട്ട് നാണം കെട്ട് തലകുനിച്ച് നടക്കേണ്ട അവസ്ഥയിലാണ് PV അൻവർ ഇപ്പോഴുള്ളത് എന്നത് നിലമ്പൂർ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. വീരശൂര പരാക്രമിയായ PV അൻവർ ഇന്ന് വീണ് കിടക്കുന്നത് കാണുമ്പോൾ ദയനീയമാകും. ഒരാൾ ഇത്രയും തരം താഴുകയും അധപ്പതിക്കാനും ഇങ്ങനെ ഒരു ദുരിതത്തിൽ വീഴുകയും ചെയ്യരുത് എന്ന് മനസ്സുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ കയ്യിലിരിപ്പ് മോശമായാൽ എന്താണ് ചെയ്യുക എന്ന ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്.